ഇന്നത്തെ എപ്പിസോഡ് നിധി സുധീഷിനെ വഴക്ക് പറയുകയാണ്. കാരണം സുഭാഷിന്റെ അടുത്ത് തുണി ഇടാനായിട്ട് സുധീഷ് കൊണ്ട് കൊടുക്കുമ്പോൾ നിധി അത് കണ്ടിട്ട് സുധീഷിനെ ശകാരിക്കുകയാണ്. സ്വന്തം തുണി സ്വന്തമായി കഴുകിടണോ എന്ന് പറഞ്ഞ് സുധീഷിനെ ശകാരിക്കുന്നു. അപ്പോഴാണ് സുധീഷിന്റെ അച്ഛൻ ഉമ്മറത്ത് നിന്ന് തുപ്പുന്നത് കാണുന്നത്. അപ്പോഴും സുധീഷിന്റെ അച്ഛനെയും നിധി ശകാരിക്കുന്നുണ്ട്. അപ്പോൾ സുധീഷിന്റെ അച്ഛൻ നിധിയോട് ചൂടാവുന്നുണ്ട്. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, ഇവിടുത്തെ എന്നെക്കാട്ടി വലിയ ആളാവാൻ വരണ്ട, ആ രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അതുപോലെ സുധീഷ് ഇന്നലെ ഡിവോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നിധി പോയപ്പോൾ അത് പേടിച്ച് അന്നത്തെ പോലീസുകാരനോട് വിളിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ആ പോലീസുകാരൻ നിധിയെ വിളിക്കുകയാണ്. നിധിയെ വിളിച്ചിട്ട് ഡിവോഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്ത കാര്യം അറിഞ്ഞെന്നും അത് അഡ്വക്കേറ്റ് പറഞ്ഞെന്നും ഒക്കെ കുറച്ച് സുധീഷ് പറഞ്ഞതുപോലെയുള്ള കുറച്ച് കള്ളത്തരങ്ങളൊക്കെ ആ പോലീസുകാരൻ നിധിയോട് പറയുന്നു. അപ്പോൾ നിധി ഇതൊക്കെ കേട്ട് ഭയങ്കര ഷോക്കായിട്ട് നിൽക്കുകയാണ്. ഇത് ഈ പോലീസുകാർ എങ്ങനെ അറിഞ്ഞെന്നുള്ള ഷോക്കിൽ നിൽക്കുകയാണ്. അങ്ങനെ ഇത് നിധി ഫോൺ വെച്ചിട്ട് നേരെ സുധീഷിന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്. അന്നത്തെ പോലീസുകാർ വിളിച്ചു, അവർ നമ്മൾ ഡിവോഴ്സിന് അപ്ലൈ ചെയ്തതൊക്കെ അറിഞ്ഞു, ആ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അവർ എങ്ങനെ അറിഞ്ഞു, അങ്ങനെയൊക്കെ ഒരു അഡ്വക്കേറ്റ് ഇങ്ങനെയൊക്കെ പബ്ലിഷ് ചെയ്യുക, ആ രീതിയിലൊക്കെ സുധീഷിനോട് ഓരോരോ ഡൗട്ട് ചോദിക്കുന്നുണ്ട്. അത് ഹരീഷ് കേൾക്കുന്നുണ്ട്. ഹരീഷ് എന്താണ് പ്രശ്നമെന്ന് തിരക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു പ്രശ്നവുമില്ല എന്ന് സുധീഷ് ഹരീഷിനോട് പറഞ്ഞു. അങ്ങനെ ഹരീഷ് കയറി പോകുന്നു. അപ്പോൾ പോലീസ് വിളിച്ചറിഞ്ഞപ്പോൾ സുധീഷിന് ഭയങ്കര സന്തോഷമായി. അടുത്ത സീനിൽ ഭാസ്കരന്റെ വീട്ടിലേക്ക് ഭാസ്കരന്റെ ചേട്ടൻ വരുന്നതാണ്. അത് വേറൊന്നിനുമല്ല, സുഭാഷിനെ കുറച്ച് പറഞ്ഞ് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം സുനിതയുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. അത് മുടക്കാനായിട്ട് ആരും ശ്രമിക്കരുത്, മുടക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഭവിഷ്യത്ത് നിങ്ങൾ അറിയും എന്ന് പറഞ്ഞ് കുറച്ച് ഭീഷണിയൊക്കെ ആയിരുന്നു. അങ്ങനെ പിറ്റേന്ന് അമ്പലത്തിൽ വെച്ച് നിധിയെ കാണുന്നപ്പോൾ നിധിയുടെ അടുത്ത് സുനിത സംസാരിക്കുന്നുണ്ട്. എനിക്ക് സുഭാഷ് ഏട്ടനെ ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് വീട്ടുകാരെ എതിർക്കാനും പറ്റില്ല. നികേഷ് സുനിതയെ കണ്ടപ്പോൾ സുനിതയോട് ദേഷ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം ചെയ്തിട്ട് പിന്നെ ഞങ്ങളോട് സംസാരിച്ചിട്ട് എന്തിനാണ് ഞങ്ങൾക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ആ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നികേഷിനെ സമാധാനിപ്പിച്ച് പറഞ്ഞു വിടുകയാണ്. എന്നിട്ട് സുനിതയുമായി സംസാരിക്കുന്നുണ്ട്.